കേരളത്തിലെ ജനങ്ങൾക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു മെറ്റലാണ് സ്വർണം. അത് വിവാഹമാകട്ടെ, ഒരു കുട്ടി ജനിക്കുന്ന സമയത്താവട്ടെ, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പല പ്രോഗ്രാമുകൾക്ക് ഗിഫ്റ്റിൻ്റെ രൂപത്തിലാവട്ടെ നമ്മളിപ്പോഴും കൊടുക്കുന്നത് സ്വർണത്തിൻ്റെ രൂപത്തിലാണ്. അത് എസ്പെഷ്യലി ജ്വല്ലറി രൂപത്തിലാണ് നമ്മൾ ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ ജ്വല്ലറി മേടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണെങ്കിലും പേപ്പറിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും നമ്മൾ ഡെയിലി ഇത് മേടിക്കുന്നില്ലെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ന്യൂസാണ് സ്വർണത്തിൻ്റെ ഇന്നത്തെ വില. അത് എസ്പെഷ്യലി വീട്ടിലുള്ള സ്ത്രീജനങ്ങളാണെങ്കിൽ പേപ്പർ എടുത്താൽ ഇന്നത്തെ സ്വർണ്ണ വില എത്രയാണെന്നുള്ളത് എപ്പോഴും നോക്കും. സ്വർണം നമ്മളിപ്പോൾ പോയി മേടിക്കുന്നില്ല എങ്കിലും. സോ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു 10% സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളത്. സോ ഇവിടെ ഡെയിലി സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടുന്നത് എന്തുകൊണ്ട്, എന്തിന്റെ ബേസിലാണ് സ്വർണ്ണ വില കൂടുന്നത്? സോ ഇതിനി കുറയാൻ വല്ല സാധ്യതയുണ്ടോ? ഇപ്പോൾ നിക്ഷേപിക്കുന്നത് നല്ലതാണോ? സോ ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് കിരൺ CS. Once again, welcome back to KCS Classes. അപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങള് ഇപ്പോഴും സ്വർണത്തെ ഒരു ജ്വല്ലറി ഐറ്റം ആയിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കല്യാണ സമയത്ത് താലി വേണം അല്ലെ, ഗോൾഡ് ചെയിൻ മേടിക്കണം, റിങ് ഗോൾഡ് വേണം. ദെൻ സാധാരണ ലേഡീസിന്റെ കേസിലോട്ട് പോകുമ്പോൾ കഴുത്തില് മിനിമം അല്ലെ ഒരു മാല അല്ലെങ്കിൽ 2 വള, റിങ്, ഇതൊക്കെ നമ്മുടെ എന്താണ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും വേറെ ചെയ്യുന്നൊരു കാര്യമാണ്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതുപോലെ തന്നെ രാജ്യങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു റിയൽ അസറ്റാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ സ്വർണത്തിന്റെ വില മെയിനായിട്ട് നിശ്ചയിക്കുന്നത്. സോ ഇതിൽ നമ്പർ 1, സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ, ക്രാഷ് ഒക്കെ വരുന്ന സമയത്ത് സ്വർണത്തിന്റെ വില കുത്തനെ കൂടുന്നതായിട്ട് കാണാം. കാരണം നിക്ഷേപകരായിട്ടുള്ള ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. സോ ലോകത്തിലുണ്ടാവുന്ന പല നിയമങ്ങള്, പല മാറ്റങ്ങള് ഒക്കെ ഈ കമ്പനീസിന്റെ പെർഫോമൻസിനെ ബാധിക്കും. സോ അതനുസരിച്ചിട്ട് ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോവും, മുകളിലോട്ട് വരും ചെയ്യും അല്ലേ, ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ US നടന്നിട്ടുള്ള ട്രംപിന്റെ നയങ്ങൾ, ടാരിഫ് അല്ല, അത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല നയങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ കമ്പനീസിനെ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും ബാധിക്കുക, അതല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്റ്റോക്കുകൾ വിറ്റഴിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിലോട്ട് പോകും. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിലോട്ട് പോകുമ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് എന്ന് പറയുന്നത് റിയൽ അസറ്റ് ആയിട്ടുള്ള ഗോൾഡ് ആണ്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളതും അവിടെ നമുക്ക് റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവായിട്ടുള്ളതുമായ റിയൽ അസറ്റ് ഗോൾഡ് ആണ്. നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിലാണ് നിൽക്കുന്നത്, കുറഞ്ഞു വരാണ്. ദെൻ അതിന്റെ കൂടെ തന്നെ ചുവട് പിടിച്ച് ഇപ്പോൾ ട്രംപിന്റെ ടാരിഫ് നയം വന്നു. അപ്പൊ ട്രംപിന്റെ ടാരിഫ് നയം വന്നപ്പോൾ എന്തുണ്ടായേ, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും അത് ബാധിച്ചു. ഇപ്പൊ നമ്മുടെ രാജ്യത്താണെങ്കിലും നമ്മളിപ്പോ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ട്രംപ് ടാരിഫ് ഇട്ടത് കൊണ്ട് തന്നെ അവിടെ ടാക്സ് കൂടും. അങ്ങനെ എമൗണ്ട് കൂടുമ്പോൾ ഈ എക്സ്പോർട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയുള്ള കമ്പനീസിന്, ഇന്ത്യയിലുള്ള കമ്പനീസിന് അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബിസിനസ് കുറയും. ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, ഇന്ത്യയിലുള്ള എല്ലാ എക്സ്പോർട്ടിങ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആ പണം എന്ത് ചെയ്യും, വിറ്റഴിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുന്നത്. അപ്പോൾ ട്രംപിന്റെ ഈ റീസെന്റ് ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് അടിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ ട്രംപിന്റെ ഈ ടാരിഫ് നയങ്ങൾ കൂടി വന്നപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ചും കൂടി താഴേക്ക്.
കാരണം എന്താന്ന് ഞാൻ പറഞ്ഞു, ഓട്ടോമാറ്റിക്കലി ഈ കമ്പനീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ നെക്സ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ ആയിട്ട് സ്വർണത്തിലോട്ടാണ് പോവുക. ദെൻ ലോകത്തിൽ മൊത്തം ഇത് ബാധിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ സ്വർണത്തിലോട്ട് നിക്ഷേപം മാറ്റാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പെർട്ടിക്കുലർ അസറ്റിലോട്ട് എല്ലാവരും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക ലോകത്തില്? അതുപോലെ തന്നെ പല രാജ്യങ്ങളും, ചൈന അടക്കമുള്ള പല രാജ്യങ്ങളും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാണുന്ന ഒരു അസറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് ആണ്, ഏറ്റവും സേഫസ്റ്റ് ആണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അവിടെ. അപ്പൊ കൂടുതൽ സ്വർണത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടും. ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടുമ്പോൾ അതിന്റെ പ്രൈസും കൂടും. മനസ്സിലാവുണ്ടോ? നമ്മളിവിടെ നോക്കുമ്പോൾ ഓരോ ദിവസം പൈസ കൂടുന്നു. ഇപ്പോൾ മോർ ദാൻ 70,000 റുപ്പീസ് ആണ് നമ്മുടെ ഇവിടെ ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ ഒരു ഫ്ലക്ച്വേഷൻ കൊണ്ടാണ് ഗോൾഡ് പ്രൈസിൽ ഇങ്ങനെ കൂടുന്നത്. നമ്മള് കേരളത്തില് നമ്മളിപ്പോ സാധാരണ മേടിക്കുന്ന ആ രീതിയിൽ തന്നെയായിരിക്കും ആൾക്കാർ മേടിക്കുക. നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്കിത് ഒഴിവാക്കാനും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് കല്യാണത്തിന്റെ ടൈമൊക്കെ വരുന്ന ആൾക്കാർ ഇനി ഇതിങ്ങനെ കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പൊ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നയങ്ങള്, ഈ ഫ്ലക്ച്വേഷൻസ്, ഇതൊക്കെ ഗോൾഡ് പ്രൈസിനെ എഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതാണ് നമ്പർ 1. സോ രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡോളറിലാണ് നമ്മൾ ഈ ഗോൾഡ് മേടിക്കുന്നത്. അപ്പോൾ ഡോളറും ഇന്ത്യൻ റുപ്പിയും തമ്മിലുള്ള ഈ വിനിമയ നിരക്കിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റവും ഗോൾഡ് പ്രൈസ് കൂടാനുള്ള മറ്റൊരു ഫാക്ടറാണ്. നോക്കുന്ന സമയത്ത് ഡോളറും ഇന്ത്യൻ റുപ്പിയും തമ്മിലുള്ള മൂല്യം എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഒരു ഡോളർ നമുക്ക് ലഭിക്കണമെങ്കിൽ 85.68 ഇന്ത്യൻ രൂപ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ ദിവസം ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ താഴേക്ക് വരുന്നതനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ എമൗണ്ട് കൊടുത്ത് സ്വർണം മേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാൽ, ഒരു 2 മാസം മുമ്പ് ഡോളറിന്റെ വില എന്ന് പറയുന്നത് 80 രൂപയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഒരു ഡോളർ കിട്ടണമെങ്കിൽ 80 രൂപ കൊടുത്താൽ മതി. ഇപ്പൊ ഒരു ഡോളർ കിട്ടണമെങ്കിൽ 85.68 ആണ് കൊടുക്കണ്ടേ. ഇനിയിപ്പോ 2 മാസം കഴിയുമ്പോൾ ഡോളറും ഇന്ത്യൻ റുപ്പിയും തമ്മിലുള്ള ആ മൂല്യം അല്ലെങ്കിൽ വിനിമയത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് 90 രൂപയായി നിൽക്കുക. അപ്പൊ നമ്മൾ ഒരു ഡോളർ കിട്ടാൻ 90 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൂടുതൽ എമൗണ്ട് ഇന്ത്യൻ റുപ്പിയിൽ കൊടുത്തിട്ടാണ് നമുക്ക് ഗോൾഡ് ഇപ്പൊ മേടിക്കാൻ സാധിക്കുള്ളൂ. ഇനിയിപ്പോ താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പൊ 70 രൂപയ്ക്ക് ഒരു ഡോളർ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഗോൾഡ് നമുക്ക് അത്രത്തോളം കുറവ് പൈസക്ക് മേടിക്കാൻ സാധിക്കുന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സംഭവമല്ല ഗോൾഡിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ഒരു ഹൈക്ക് എന്ന് പറയുന്നത്. പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സോ എപ്പോൾ സ്വർണത്തിൽ നിക്ഷേപിക്കാം, ഇപ്പോൾ നിക്ഷേപിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മള് കൂടുതൽ ജ്വല്ലറി മേടിക്കുന്ന ഒരു പരിപാടിയാണ് കേരളത്തിലുള്ള ആൾക്കാർ. അത് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ജ്വല്ലറി മേടിക്കുമ്പോൾ അവിടെ നമ്മളെ മേക്കിംഗ് ചാർജ് എന്ന് പറയണത്, ഇപ്പോൾ ഏത് തരത്തിലുള്ള ജ്വല്ലറിയാണ് മേടിക്കുന്നത് അതനുസരിച്ചിട്ടാണ് മേക്കിംഗ് ചാർജ്. 8% മുതൽ ഒരു 25-30% വരെയൊക്കെ ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന ഐറ്റത്തിന്റെ കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. അപ്പൊ ജ്വല്ലറി ആയിട്ട് സ്വർണ്ണ നിക്ഷേപം നമ്മൾ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യില്ല. സോവറിൻ ഗോൾഡ് ബോൺസ് ഉണ്ട്, ഡിജിറ്റലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതും ഒരു ഗ്രാമിന്റെ എമൗണ്ട് എത്രയാണെങ്കിൽ അത് ഒരു യൂണിറ്റ് ആയിട്ട് മേടിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തില്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ വില എന്തായാലും വല്ലാണ്ടൊന്നും കുറയാനുള്ള സാധ്യതയില്ല. ഇത് കൂടി തന്നെയായിരിക്കും മിക്കതും പോകുക. അതൊരു കാര്യം. എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വില കുറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക, വില കൂടുമ്പോൾ വിൽക്കുക, അങ്ങനെയാണല്ലോ ലാഭം ഉണ്ടാക്കുക. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് നിങ്ങൾ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ യൂണിറ്റ് ആയിട്ടാണെങ്കിലും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തുടങ്ങാം. എപ്പോഴാണെങ്കിലും നോ പ്രോബ്ലം. ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കാണെങ്കിൽ, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് സാധനത്തിൻ്റെയും വില കുറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുമ്പോൾ വിറ്റാൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. നമുക്ക് കാര്യമായിട്ടുള്ള കുറവൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ചിലപ്പോൾ 200 രൂപ കൂടിയിട്ട് 80 രൂപ കുറയ്ക്കുന്ന പരിപാടിയാണ് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിക്കതും ഇത് വല്ലാണ്ട് താഴേക്കൊന്നും വരില്ല.
ഈ എന്താണ് ഓൾറെഡി കൂടിയതിൽ നിന്ന് ചിലപ്പോൾ കുറച്ചൊരു താഴേക്ക് വരലുണ്ടാവുള്ളൂ. വീണ്ടും ഇത് മുകളിലോട്ട് തന്നെ ആയിരിക്കും കൂടുതൽ പോകാൻ സാധ്യത. കാരണം എസ്പെഷ്യലി ഞാൻ പറഞ്ഞു, ലോകത്തിൽ മൊത്തത്തിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ടാരിഫ് നയങ്ങൾ കാരണം. അപ്പോൾ മാർക്കറ്റ് സ്റ്റേബിൾ അല്ല, ഇപ്പോൾ ലോക മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും സ്വർണത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ സ്വർണത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജ്വല്ലറി ആയിട്ടല്ല, അത് കോയിനായിട്ട് മേടിക്കാം. അപ്പോൾ നോ പ്രോബ്ലം, മേക്കിംഗ് ചാർജ് ഒന്നുമില്ല. അതല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.